നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജൂതന്മാരുടെ പിന്നാലെ വരുന്ന ശത്രുക്കളെ കാത്തിരിക്കുന്നത് അവരുടെ സർവനാശം മാത്രമല്ല, നിഗൂഢമായ മറ്റു പലതുമുണ്ട്. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ്. അവൻ്റെ പേര് കോപ്റ്റർ, ഹെലികോപ്റ്റർ. അവൻ മൊസാദ് ഏജന്റാണ്. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. ഒടുവിൽ ഇസ്രായേൽ ഒറ്റ വാക്കിൽ ഔദ്യോഗികമായി പ്രതികരണം അറിയിച്ചു. റെയ്സിയുടെ മരണത്തിന് പിന്നിൽ ഞങ്ങളല്ല. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ മരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ഇറാൻ പോലൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇത്ര നിസ്സാരമായ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുമോ? ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്രാഹിം റെയ്സി ബുച്ചർ ഓഫ് ടെഹ്റാൻ കൊല്ലപ്പെട്ടുവെന്നാണ്. തൻ്റെ 63-ാം വയസ്സിൽ ദ ബുച്ചർ ഓഫ് ടെഹ്റാൻ കൊല്ലപ്പെട്ടു. 1988 കൂട്ടക്കൊല മുതൽ റെയ്സി നടത്തിയ കൊടും ക്രൂരതകളാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും ഒടുവിൽ തങ്ങൾക്ക് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ചും ടൈംസ് ഓഫ് ഇസ്രായേൽ വിശദമായി പ്രതിപാദിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയെ തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുന്നതും. അതുകൊണ്ട് തന്നെ ലോകം ഉച്ചത്തിൽ ചോദിക്കുന്നു, ഇബ്രാഹിം റെയ്സിയുടെ മരണം ഒരു കൊലപാതകമാണോ? മരണത്തിന് പിന്നിൽ മൊസാദോ, അതോ ഹെലികോപ്റ്റർ അപകടമോ, അതോ ഇറാനിനുള്ളിൽ തന്നെയുള്ള ശത്രുക്കളോ? രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ കനത്ത എതിർപ്പുകൾ നേരിട്ടിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ അപകട മരണത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വയ്യ. വെറുമൊരു ഹെലികോപ്റ്റർ അപകടം മാത്രമാണിത് എന്ന് വിശ്വസിക്കുക വയ്യ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധയോടെ വേണം നമ്മൾ കാണാൻ. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പങ്കുവയ്ക്കുന്നത്. ഹെലികോപ്റ്റർ യാത്ര മോശം കാലാവസ്ഥയിലാകുമ്പോൾ തികച്ചും അപകടകരമായ ഒരു യാത്രയാണ്. അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. താബ്രിസിന് 95 കിലോമീറ്റർ വടക്ക് കിഴക്കായി മലനിരകൾ നിറഞ്ഞ പ്രദേശത്ത് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്നതായിരുന്നു ആദ്യ വിവരങ്ങൾ. എന്നാൽ ഇറാൻ പ്രസിഡന്റിന്റെ യാത്ര കാറിലായിരുന്നു എന്ന് ഇറാനിലെ തന്നെ മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതും ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാലാവസ്ഥയേറെ മോശമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഹെലികോപ്റ്റർ യാത്ര തെരഞ്ഞെടുത്തു? ഇറാൻ ഔദ്യോഗികമായി പറയുന്നത് കനത്ത മൂടൽമഞ്ഞും മഴയും മൂലം ഏതാനും മീറ്ററുകൾ മാത്രമായിരുന്നു കാഴ്ചയുണ്ടായിരുന്നത് എന്ന്. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്റർ യാത്ര അനുവദിക്കുന്നത് പോലുമല്ല. രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണമായി പറയുന്നത് പോലും മോശം കാലാവസ്ഥയാണ്. അപ്പോൾ പിന്നെ പ്രസിഡന്റിനെ ഇത്തരമൊരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചതിനു പിന്നിൽ ഏതെങ്കിലുമൊക്കെ ശത്രുക്കൾ തന്നെയാണോ പ്രവർത്തിച്ചത്? റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾക്ക് പോലും സംഭവ സ്ഥലത്തെത്താൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയണം. ഡ്രോണുകൾക്ക് പോലും ആദ്യഘട്ടത്തിൽ അപകട സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റിന്റെ അപകടത്തിന് പിന്നിൽ ഒരു അട്ടിമറി നടന്നു എന്നും അതിനു പിന്നിൽ ഇസ്രായേൽ ആവാം എന്നുമുള്ള ഒരു തിയറി ലോകത്ത് പ്രചരിക്കുന്നത്. വർഷങ്ങളായി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത മാത്രമല്ല ഇവിടെ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇബ്രാഹിം റെയ്സിക്ക് ഇസ്രായേലുമായുള്ള കടുത്ത വിരോധം തന്നെ. ഇബ്രാഹിം റെയ്സിയുടെ ശത്രുക്കൾ ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയും സൗദിയുമൊക്കെ ഇറാനെതിരാണ്. ഇവരെല്ലാം കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണോ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ ഈ അപകട മരണം? ഒരു മാസം മുൻപ് ദമാസ്കസിൽ വെച്ച് ഒരു ഇറാനിയൻ ജനറലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. തങ്ങൾ ഇതിന് മറുപടി തരും എന്ന് ഇസ്രായേൽ അന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ മറുപടിയാണോ ഇറാൻ പ്രസിഡന്റിന്റെ ഈ കൊലപാതകം? ഇതാണ് ലോകത്തെ ഏറ്റവും അധികം സംശയമായി ഉയരുന്നത്. ശത്രുക്കളെ വധിച്ചു കളയുന്നതിൽ കുപ്രസിദ്ധരാണ് എന്നും മൊസാദ്. അതുകൊണ്ട് തന്നെ മൊസാദിന്റെ കരങ്ങൾ ഇറാൻ പ്രസിഡന്റിന്റെ അപകട മരണത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം ഏറെ ശക്തമാകുന്നു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഏറ്റവും ശക്തമായിരിക്കുന്ന സമയത്ത് അന്ന് ഹമാസിന് പരസ്യമായി ഇറാൻ പ്രസിഡന്റ് നൽകിയ പിന്തുണ ലോകമിപ്പോൾ ഓർക്കുന്നു. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രം മൊസാദിനുണ്ട്. ഒരു രാജ്യത്തലവനെ വധിച്ച് നേരിട്ട് മറ്റൊരു രാജ്യവുമായി ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുമോ ഇസ്രായേൽ എന്ന സംശയം മറ്റു ചിലർ പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ അല്ല എന്ന തിയറി ഈ വാദമുന്നയിച്ച് ചിലർ ഖണ്ഡിക്കുന്നു. വിചിത്രമായ കാഴ്ചകളാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്. ഇബ്രാഹിം റെയ്സിയുടെ മരണം അധികമാർക്കും ഒരു സങ്കടമുണ്ടാക്കുന്നില്ല. ഏറെ സന്തോഷിക്കുന്നവരുണ്ട് ഇറാനിൽ. ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് കാരണക്കാരനാണ് ഇബ്രാഹിം റെയ്സി എന്നൊരു വിഭാഗം വിശ്വസിക്കുന്നു. അദ്ദേഹം ക്യാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നുവെന്നും സാമ്പത്തിക സ്ഥിതി രാജ്യത്ത് തകർത്തുവെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇറാനിൽ.
ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിന് പിന്നിലുള്ള സത്യം ഒരിക്കലും വെളിച്ചത്ത് വരില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ലോകത്ത്. ഒരുപക്ഷെ ഒരിക്കലും തെളിയിക്കാത്ത ഒരു കേസായി ഈ അപകട മരണം ചരിത്രത്തിൽ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. മൊസാദിന്റെയോ ഇസ്രായേലിന്റെയോ കരങ്ങൾ ഈ മരണത്തിന് പിന്നിലുണ്ട് എങ്കിൽ ഒരിക്കൽ പോലും അത് ഇറാൻ ഔദ്യോഗികമായി അംഗീകരിക്കില്ല, പുറം ലോകത്തോടത് വിളിച്ചു പറയില്ല. പ്രസിഡന്റിന്റെ മരണത്തിൽ ഇറാൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന ഔദ്യോഗിക പ്രതികരണം വന്നു കഴിഞ്ഞു. രാജ്യത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തടസ്സമില്ലാതെ നടക്കുന്നുവെന്നാണ് ഔദ്യോഗിക പ്രതികരണം. ഞായറാഴ്ച വൈകിട്ടുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാന്റെ 8ാമത് പ്രസിഡന്റായ ഇബ്രാഹിം റൈസി വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയനും കൊല്ലപ്പെട്ടു. കിഴക്കൻ അസർബൈജാനിലെ ജോഫയിലാണ് അപകടമുണ്ടായത്. പ്രസിഡന്റിനൊപ്പം സഞ്ചരിച്ച പ്രവിശ്യ ഗവർണർ അടക്കം 5 ഉന്നതരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. 3 ഹെലികോപ്റ്ററുകളിലാണ് ഉന്നതതല സംഘം യാത്ര ചെയ്തത്. എന്നാൽ മറ്റ് 2 ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി ഇറാനിൽ മടങ്ങിയെത്തി. രക്ഷാദൌത്യത്തിൽ ആദ്യം ഇറാനെ സഹായിക്കാനെത്തിയത് തുർക്കിയും റഷ്യയും. റൈസിയുടെ മരണമുയർത്തുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യശരങ്ങൾ ഏറെ വന്ന് തറയ്ക്കുന്നത് ഇസ്രായേലിന് നേർക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പല പോസ്റ്റുകൾക്കും കൂടുതൽ പ്രചാരം കൈവരുന്നു. ഏറെ സംശയങ്ങൾ ബാക്കിയാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഈ മരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.